ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മ ഇരിപ്പുണ്ട്. അമ്മ ആക്ച്വലി അമ്മയ്ക്ക് ഞാൻ ഇൻസുലിൻ എടുത്തിരിക്കും. അമ്മയ്ക്ക് ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ലഞ്ച് അമ്മയ്ക്ക് റെഡിയാണ്. പക്ഷെ ഇവിടെ ഒരാൾ ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായം പറയാൻ പോകുന്നു. ഇന്നത്തെ ഭക്ഷണം പ്രസന്റഡ് യു ബൈ മിസ്റ്റർ സുജിത് ഭക്തൻ. എന്താണ് സാർ ഉണ്ടാക്കാൻ പോകുന്നത്? എന്താ എങ്ങനെ ഓടിച്ചാടി ഇവിടെ കേറി നിൽക്കുന്നേ? ഓടി അങ്ങ് വന്നിരിക്കുവാ. ഒരു ഉമ്മ തന്നെ. അതുപോലെ ആ ട്രെയിൻ അവിടെ ഉണ്ട്. ട്രെയിൻ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് മത്തി വറക്കാൻ പോവാണ്. ആദ്യമായിട്ടല്ല, അതിന് മുമ്പ് ചിക്കൻ വറുത്തിട്ടില്ല, ഫിഷ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഫിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഓപ്പൺ കിച്ചണും കൂടി ആയതുകൊണ്ട് ഇന്ന് ഫുള്ള് മത്തി മണമായിരിക്കും മൊത്തത്തിൽ എല്ലായിടത്തും വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് തലയില്ലാത്ത കുറെ മത്തി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല ക്ലീൻ ആക്കി ഇങ്ങനെ കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം എന്താ പറയുക, ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് പുരട്ടി വെക്കണം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചുടാൻ പറ്റുള്ളൂ. അപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ശകലം ഉള്ളി, പിന്നെ ഒരു ശകലം വെളുത്തുള്ളി, പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഉള്ളിയോ? ഏതുള്ളിയാ? അത് വേറെയാ, അത് വേറെ സെറ്റപ്പ്. നീ നോക്കിയേ, നീ ആ വേറെ വേറെ പരിപാടിയാണ്. ഞാൻ മത്തി പീര പോലൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതിനകത്തേക്ക് നമ്മള് കുറച്ച് മുളക് പൊടി ഇടണം. മുളക് പൊടി, ഓക്കെ. പിന്നെ കടുക് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. എനിക്ക് കടുക് ഇതിനകത്ത് ഇഷ്ടമാണ്. ഒരു ഇച്ചിരി കടുക്, എന്നിട്ട് ഞാൻ ഇതൊന്ന് മൈൽഡായിട്ടൊന്ന് അരച്ചെടുക്കും. പിന്നെ ഇച്ചിരി ജീരകം. ഞാൻ ആദ്യമായിട്ട് എപ്പോഴാണ് മത്തി ഉണ്ടാക്കുന്നത് എനിക്കറിയോ? ഞാൻ മൊറോക്കോയിൽ ലോക്ക്ഡൌണിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മത്തി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് മത്തി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുത്തലൊന്നും വരില്ല. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി നമുക്കിടാം. ശരി, ഓക്കെ. മുളക് പൊടി കുറച്ചും കിട്ടാം. മറ്റേ കാശ്മീരി മുളക് പൊടി ഇരിപ്പുണ്ടോ? ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് കളർ കിട്ടും. പക്ഷെ കുഴപ്പമില്ല, വേണ്ട, നമുക്ക് ഇത്ര മതി. ഉപ്പും കൂടെ ഇട്ടേ. ഇച്ചിരി ഉപ്പ് ആക്ച്വലി കുറച്ച് കൂടി നിൽക്കണം, കാരണം എന്നാലേ നമുക്ക് ആ ഒരു മത്തിക്ക് കറക്റ്റ് സംഭവം നിൽക്കുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, ശുചിത്വത്തിന് ഉപ്പ് ഇച്ചിരി കൂടുതലാണ് എല്ലാത്തിനും വേണ്ടത്. അത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് മാത്രമല്ല, മത്തി ഇച്ചിരി ഉപ്പ് കൂടിക്കണം. ഇത് മത്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ഒരു വെറൈറ്റി, പിന്നെ ശ്വേതയുടെ ചാനലിൽ ഒരു വീഡിയോ കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതില് ഇനി മുതൽ ടെക് ട്രാവലിംഗ് ചാനലിൽ നിങ്ങൾക്ക് ഫാമിലി വീഡിയോസും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. നമ്മള് യാത്രാ വീഡിയോസ് മാത്രമേ നമ്മുടെ ടെക് ട്രാവലിംഗ് ചാനലിൽ ഉണ്ടാവുള്ളൂ. യാത്ര പോകുമ്പോ ഞങ്ങൾ വരുമ്പോഴും വിടൂല. നിങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ ഇനി സോളോ ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇനി വേറെ പരിപാടി ഒന്നുമില്ല, ഫുൾ സോളോ ട്രിപ്പ്. നിങ്ങൾ ഇതിന് ചോദിക്കണം, ഇതിന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കണം. ശുചിത്വത്തിനോട് പ്രതികാരം ചോദിക്കണം. ഇതിന് സോളോ ട്രിപ്പ് ഓൺലി. ഓക്കെ, ഇതെന്താ ഓൺ ആവത്തെ? അവിടെ സ്വിച്ച് കുത്തിയാലല്ലേ ഓൺ ആവത്തുള്ളൂ. എവിടെ സ്വിച്ച്? സെറ്റല്ലേ? ഓക്കെ, നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. ഇച്ചിരി കൂടി അത് അരച്ചത് പോലെ അതേപോലെ കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഞാൻ വേറൊരു പാത്രം തരട്ടെ സാർ? മത്തി ഇതാക്കാനല്ലേ പോരെ? അത് വേണ്ട, ആ പാത്രത്തിൽ മത്തി അതിന് തേക്കാൻ പറ്റൂല. പ്ലേറ്റ് വെച്ചാ പോരെ? അതേപോലത്തെ ഒരു പാത്രം ഞാൻ തരാം. പ്ലേറ്റിൽ വെച്ചാൽ പ്ലേറ്റിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഇത് സംഭവങ്ങൾ, ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം, ഒരു ശക്കലം വെള്ളമല്ല, നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ പുളിപ്പിടാ, മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തോ പുളി വെള്ളം. മീൻ വറക്കാൻ പോവാ ഋഷി? മീൻ വറുത്ത് തരാം കേട്ടോ നിനക്ക്. മീൻ വറുത്തിട്ട് ഋഷിക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇച്ചിരി നമുക്ക് പുളിവെള്ളം. ഓക്കെ, നമുക്ക് കുടംപുളിയുടെ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതി. ഇച്ചിരി വിനാഗിരി ആണെങ്കിലും ഇടാം. വിനാഗിരി വറ്റൽമുളക് കണ്ടോ ഋഷിക്ക് അറിയാം. പിന്നെ വാളംപുളി, സോറി, അമ്മ എന്നെ കറക്റ്റ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ അടിപൊളിയായോ? ഇനി മത്തി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നമുക്കിവിടെ സെറ്റാക്കി വെക്കാം. ഇത് ആക്ച്വലി ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. സ്വിഗ്ഗിയിൽ നിന്നാകുമ്പോഴത്തേക്കിന് ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് നമുക്ക് മത്തി ഇങ്ങനെ വീട്ടിൽ എത്തിക്കിട്ടും. അതിനകത്ത് തലയും സംഭവം ഒരു മയത്തിലൊക്കെ അത് വരാം. അങ്ങനല്ല, ഒരേപോലെ വേണം
ആണോ? വരിയുമ്പോൾ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നാ നീ ചെയ്യോ? വേണ്ട ചെയ്യോ? ചെയ്തോ. നീ കൈ കൊണ്ട് തൊടാത്ത ആളാ. ചെയ്തു തരുന്ന സമയത്ത് ഞാൻ ചെയ്തു തന്നില്ല എന്നോ അങ്ങനെ ഒന്നും പറയല്ലേ. മത്തി അല്ലെങ്കിൽ ഞാൻ മീൻ വറുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തില് ആ മീനിന്റെ ആ ഒരു എന്തോ അത് റെഡിയാക്കി തരാം കേട്ടോ. ആദ്യം മീനൊക്കെ ഇവിടെ സെറ്റ് ആക്കട്ടെ, എന്നിട്ട് റെഡിയാക്കി തരാമേ. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഇതിനകത്ത് നമുക്ക് ഈ മസാലയൊക്കെ തേച്ച് നമുക്കിവിടെ റെഡിയാക്കി. ഇത് പല രീതിയിൽ ചെയ്യട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് കാന്താരിയും അതേപോലെ തന്നെ എന്താ പറയാ പച്ചമുളകൊക്കെ ഇട്ടിട്ട് പച്ച കളറിലെ മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് എന്താണെന്നറിയോ? എന്താ? വിജയ് സേതുപതി 65. അതെന്താ സാധനം? ചിക്കൻ 65 പക്ഷെ വിജയ് സേതുപതി സ്റ്റൈൽ ആണോ? അത് കൊള്ളാം കേട്ടോ, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമുക്കൊന്ന് മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ മത്തി ഇവിടെ മസാലയൊക്കെ തേച്ച് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു പരിപാടിയാണ്. അതായത് വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ ഉള്ളിയും നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. പക്ഷെ അതിന് മുമ്പ് അതിനകത്ത് നമ്മൾ വേറെ സാധനം കൂടെ ഇടണം. ഇതിനകത്ത് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടും. ചില്ലി ഫ്ലേക്സ് ഈ സാധനം ഉണ്ടല്ലോ, ഇത് മത്തി വറുക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ മേളിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫ്രൈ ആയി കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. വേറെന്താ ഇടുന്നേ? ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ തേങ്ങ കൂടി ഇടും. അപ്പൊ അത് ക്രിസ്പി ആവും. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് ഞാൻ തേങ്ങ അരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, സെറ്റായല്ലോ. നമ്മൾ ഇച്ചിരി തേങ്ങ കൊടുക്കണം, എന്നിട്ട് വീണ്ടും അരക്കണം. ഇത് ഒരുപാട് അരിഞ്ഞില്ല. അത് കുഴപ്പമില്ല, അത് തേങ്ങ ഇട്ട് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. വെറൈറ്റിക്ക് വേണ്ടിയുള്ള പരിപാടികൾ, ഇതൊക്കെ പരീക്ഷണങ്ങളല്ലേ അല്ലേ? ഇതിനകത്ത് ഉപ്പിടാൻ പറഞ്ഞു. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, അതെ, വേറെ ആരും നോക്കത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത് സാമ്പാർ, രാവിലെ ഉണ്ടാക്കിയത്, വെണ്ടയ്ക്ക തോരൻ, പിന്നെ നല്ല മണി പോലെ ഇരിക്കുന്ന ചോറ്. യെസ്, മണി അടിക്കും. എന്താ എന്താ അടിച്ചൂടെ? അത് വീണ്ടും കറക്കിയോ? അത് വീണ്ടും കറക്കിയോ? അതാണ് മീൻ വിൽക്കാൻ വന്നിരിക്കണോ സർ? ഇതിപ്പോ കണ്ടില്ലേ, ഇതിപ്പോ ഇത്തരത്തിലൊരു ചെറിയൊരു ഇതുപോലെ വന്നോ? ഇതിന് നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് മീൻ വറക്കുന്നതിന്റെ കൂടുതൽ അതിനകത്ത് ഇട്ട് കൊടുക്കും. ഇത് വേണമെങ്കിൽ ബേസിക്കലി ചട്നി ആയിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലായോ? അടിപൊളി. കഴിച്ചോക്കെ? കഴിച്ചോക്കെ. മീനില്ലല്ലോ, കഴിച്ചോക്കെ. എരിവൊന്നുമില്ല, കഴിച്ചോക്കെ. നീ എരിവൊന്നുമില്ല, കഴിച്ചോക്കെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അത് നമ്മൾ അതിനകത്തിട്ട് വറക്കുമ്പോൾ റെഡി ആയിക്കോളത്. ഇപ്പോ ഇവിടെ ഗ്രില്ലിംഗ് പാൻ റെഡിയായി. എണ്ണ തേക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് നമുക്ക് എന്തിനും നല്ലത്. ഇപ്പൊ വെളിച്ചെണ്ണയാണ് ഇടുന്നത്. നമുക്കിത് വലിയ ചെയ്ത വല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമുക്ക് അറിയാവുന്നവരൊക്കെ ചെയ്യാണ്. എന്നാലും ഇത് അത് മതിയാണോ? ഇനി കൂടുതൽ ഒഴിക്കണ്ടേ? വേണ്ട വേണ്ട. അങ്ങനെ വറുത്തെടുക്കുന്നതിനെ കാട്ടി നല്ലത് ഷാലോ ഫ്രൈയിൽ ചെയ്ത് ഇച്ചിരി വറുത്ത് നോക്കാം. അന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ മതി. ഇതിന് ഇങ്ങനെ കഴിക്കുമ്പോ അപ്പൊ എണ്ണയും കുറവായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ബാർബിക്യൂ ഗ്രില്ല് ചെയ്ത പോലെ തോന്നുകയും ചെയ്യും. മത്തി തന്നെ ബാർബിക്യൂ ചെയ്താന്ന് വെച്ചാൽ മത്തി ഫ്രൈ അല്ലേ? ഈ എണ്ണയിലാകുമ്പോ വറുത്ത് ഒരു ദിവസം കഴിച്ചു നോക്ക്, പിന്നെ യു വിൽ ബി എ ഫാൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് മീൻ വറുത്ത് തരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ മത്തി ഞങ്ങളെല്ലാരും മത്തി കഴിക്കും കേട്ടോ. നീ കഴിക്കുന്നില്ലല്ലോ? അപ്പം കഴിക്കും, ഋഷി കഴിക്കും, ഞാൻ കഴിക്കും. 1 by 1 ആയിട്ട് വി ക്യാൻ പുട്ട് ദ മത്തി. അടിപൊളി. മത്തി ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം. പൊന്നോ അമ്മ, അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ മണം? മണം കുഴപ്പമില്ലല്ലോ? ഋഷിക്ക് തരാട്ടോ, ഋഷിക്ക് തരാമേ. അമ്മ വറക്കട്ടെ, വറക്കാണേ, വറുത്ത് ഇനി തരാമേ. വറുത്ത് തരാമേ. മുള്ളൊക്കെ എടുത്ത് തരാം കേട്ടോ. നിക്ക് അപ്പ വറുത്തിട്ട് തരാം. അതിട്ടോ ആ സാധനത്തിൽ അതിനൊക്കെ ആ ടേസ്റ്റ് അറിയാവോ? ഋഷിക്ക് കാണാൻ വേണ്ടിയായി എടുക്കാൻ പറയുന്നത്. അവനിങ്ങനെ കാണണം, അവനിങ്ങനെ ഇവിടെ നിന്ന് പാചകം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അതും കൂടി ഇട്. ഞാൻ അരച്ച് വെച്ച സാധനം ഇട്, അത് അതിൻ്റെ മേളിലിട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനെ വറുത്ത് വരുമ്പോഴത്തേക്കിനുമാണ് അത് ടേസ്റ്റ് വരുന്നത്. എൻ്റെ മൊത്തം ഇടുന്ന അതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടത്. അങ്ങനല്ല, അങ്ങനെ ഇട്ടോ.
പൊട്ടിച്ച് വെച്ചാലുണ്ടല്ലോ ഏ ആ മത്തിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും എന്താ വേണ്ട രുചിക്ക് തരാമേ തരാട്ടോ. ആ ലൈറ്റിൽ തൊടണോ വേറെ എവിടെയെങ്കിലും തൊടണോ? വേണ്ട. ഓക്കെ അതാ എണ്ണയിലിടുക. അത് ചെറുതായിട്ടൊന്ന് വറക്കണം ആ സാധനം, മനസ്സിലായോ? ചെറിയ രീതിയിലൊന്ന് വറുത്ത് സെറ്റായി ഇതിന്റെ കൃഷി താഴെ നിൽക്കാം. കോക്കനട്ടിന്റെ രുചി കൂടി ആ മത്തിക്ക് ഒന്ന് പിടിക്കട്ടെ വിചാരിച്ചിട്ടാണ്. അതാണ് സംഭവം. വെറൈറ്റി രുചിക്ക് തരാമേ. ഇപ്പൊ ചോദിച്ചില്ലേ എണ്ണ വേണ്ടി വരുമോന്ന്, അങ്ങനെ തോന്നുവാണെങ്കിൽ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ. ഇങ്ങനെ ചെയ്ത് ആക്ച്വലി എണ്ണ കൂടുതൽ കഴിക്കുകയും വേണ്ട. ഇപ്പൊ ശരി, ഈ ഷാലോ ഫ്രൈ ചെയ്യുന്നോണ്ടാണോ നീ ഷാൾ ഇടാത്തെ? എടാ വേണടാ, വരുവാടാ ചുടുവാടാ, കുഴപ്പമില്ല. നമുക്ക് മൊരിച്ചെടുക്കണ്ടല്ലോ, നോക്കി അത്യാവശ്യം രണ്ട് ഓവർ കുക്ക് ആവാതെ നമുക്ക് സെറ്റായി കിട്ടിയാൽ മതി. ഈ മീൻ എയർ ഫ്രയറിൽ വറക്കാൻ പറ്റുമോ? പറ്റുമോ? അതാണ് ഞാനിപ്പോ പറയാൻ വന്നത്. ഇപ്പൊ ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് ഈ മത്തി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രൈയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇപ്പൊ ഫിഷ് ആയി ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മള് ചെയ്ത പോലെ ഓവർ എണ്ണയിലിട്ട് വറുത്തെടുത്തിരിക്കുകയല്ല ചെയ്യുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള എണ്ണയില് വളരെ വ്യത്യസ്തമായ രീതിയിൽ അരശിക്ക് തരാമേ. എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു. ഇതിന് നമ്മുടെ ഈ ഒരു സാധനം ഇതിങ്ങനെ ശരിക്കും ഒന്ന് ഫ്രൈ ആയിട്ട് ഇത് കിട്ടണം. ഇതിങ്ങനെ അതെ, മീൻ തോരൻ പോലെ ഇരിക്കും ബേസിക്കലി. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വരുന്നത്. അതിൻ്റെ മേളിൽ നമുക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പൊ കഷ്ണം മുറിച്ച് തരാം കേട്ടോ. ഇതെടുത്ത് കഴിച്ചാൽ മതിയേ. അപ്പൊ മുള്ളില്ലാത്ത ചെറിയ ചെറിയ കഷ്ണങ്ങൾ തരാം കേട്ടോ. അത് കഴിച്ചാൽ മതിയേ കേട്ടോ. ഇത് കഴിച്ചോ കേട്ടോ. ഈ മത്തി ഉണ്ടല്ലോ, എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഈ മുള്ള് വരെ കടിച്ചു തിന്നാം. ആ രീതിയിൽ ക്രിസ്പി ആയിട്ട് ശരിക്കും മത്തി ആൾക്കാരെടുത്ത് മാറ്റും, മനസ്സിലായില്ലേ? അപ്പൊ കഴിക്കും. ഫിഷ് ആക്ച്വലി പ്രത്യേകിച്ച് മത്തി എന്ന് പറയുന്നത് ഹൃദയത്തിന് ഭയങ്കര നല്ല സാധനമാണെന്നാണ് പറയുന്നത്, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് മത്തി എന്ന് പറയുന്നത്. മത്തി ഈസ് മൈ ഫേവറേറ്റ് ഫിഷ്. ചാള ഈസ് മൈ ഫേവറേറ്റ് ഫിഷ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട്. വെള്ളം വേണം. എങ്ങനെയുണ്ട് ഋഷി അപ്പ ഉണ്ടാക്കിയ ഫിഷ്? ഇഷ്ടപ്പെട്ടോ? മത്തി ഇഷ്ടപ്പെട്ടോ? മത്തി ഇഷ്ടപ്പെട്ടു ഋഷിക്ക്. പിന്നല്ല, ഗുഡ് ബോയ്. കഴിച്ചോ കേട്ടോ. പിന്നല്ല, ഋഷിയുടെ കസേരയിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ? അന്ന് ഞാൻ പറഞ്ഞല്ലേ, എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തതല്ലേ കഴിക്കുന്നേ. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഞാനതാ പറയുന്നേ, ഹെൽത്തി ആദിപ്പോ. ശരിയാ, എണ്ണ കുറവാ അതിന്. അധികം എണ്ണ വാരി ഒളിച്ചിട്ടിട്ടില്ല. നമ്മൾ അടിപൊളിയായിട്ട് നല്ല സെറ്റാക്കി ഇതാക്കിയിട്ടുണ്ട്. അമ്മയും മീൻ കഴിക്കണം കേട്ടോ. ഇനി നല്ല പ്രത്യേകിച്ച് മത്തി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹെൽത്തി സാധനമാണ്, മനസ്സിലായോ? അമ്മ പണ്ട് കഴിച്ചോണ്ടിരുന്നതല്ലേ? മീൻ കഴിക്കാറില്ലായിരുന്നു ഞാൻ, മറ്റേ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്തോ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഇഷ്ടമല്ല ഇപ്പൊ, അതുകൊണ്ടാണ് കഴിക്കാറ്. ഈ ഡെഡിക്കേറ്റഡ് വീഡിയോ ഫോർ സുജിത്ത് ഭക്തൻ. ഡിഡ് യു എൻജോയ് യുവർ ഫുഡ് യു മേഡ്? അപ്പനും മോനും ഇവിടെ മീൻ കഷ്ണത്തിന് വേണ്ടി തല്ലുകൂടുക. ഞാൻ അവൻ ഇട്ട് കൊടുത്താൽ തിരിച്ച് എന്റെ പ്ലേറ്റ് ഇട്ടിരുന്നു. കഴിച്ചോട്ടാ. അവൻ സ്നേഹം കാണിച്ചില്ല അന്നോന്. അവൻ ഷെയറിംഗ് ഈസ് കെയറിംഗിന്റെ ആളാ. തൈര് വേണമെങ്കിൽ കൊടുക്കാം. തൈര് വേണോ? അതിനകത്തൊന്നും അമ്മ തൈരിട്ട് തരാമേ. യെസ്. അപ്പൊ ഈ വീഡിയോ സാർ തന്നെ എൻഡ് ചെയ്യൂ. എന്നാലും ഫോർ മീ എന്നെ ഋഷി ബേബി എന്റെ ഋഷി ബേബി പറ ടാറ്റ ബൈ സീ യു എന്ന് പറ. ഞാനിപ്പോ കഴിക്കുക, എനിക്ക് അത്രേ പറ്റത്തുള്ളൂ എന്നാ സാർ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചെറിയ ഞങ്ങളുടെ ഒരു റെസിപ്പി, തട്ടിക്കൂട്ട് റെസിപ്പി അല്ലെന്നോ. അപ്പോൾ ഈ തട്ടിക്കൂട്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ പ്ലീസ് കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഒരു പ്രാവശ്യം മത്തി ഞാൻ വറുത്ത പോലെ നിങ്ങൾ വറുത്ത് നോക്കണം ഗൈസ്. അപ്പോൾ ബൈ ബൈ. ടാറ്റ പറ ഋഷി ഒരു പ്രാവശ്യം. ടാറ്റ.